ഗൈസ് വൺ പീസിലെ കുറച്ച് ഫാൻ തിയറീസ് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഞെട്ടലാണ് വരുന്നത്. പക്ഷെ റിയൽ ഷോക്ക് വരുന്നത് ഓഡാ സെൻസ് ഇതേ ഫാൻ തിയറീസ് റിയൽ ആണെന്ന് കാണിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ സത്യമായിട്ട് മാറിയ കുറച്ച് ഫാൻ തിയറീസിനെ കുറിച്ചാണ്. പക്ഷെ മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഒരു സ്പോയിലർ വാർണിംഗ് കൂടെ തരികയാണ് ഞാൻ. അപ്പോൾ ഒട്ടും തന്നെ താമസിപ്പിക്കാതെ ലെറ്റ്സ് ഡു ദിസ്. ഈ ലിസ്റ്റിന്റെ ആദ്യം തന്നെ വൈറ്റ് ബിയർഡ് വാസ് എ പാർട്ട് ഓഫ് റോക്സ് പൈററ്റ്സ് തിയറിയാണ്. ഒരു സമയത്ത് മങ്കി ഡി ഗാർപ്പ് പറഞ്ഞായിരുന്നു ബിഗ് മോമും കൈഡോയും 40 വർഷം മുമ്പ് ഒരു ഡേഞ്ചറസ് പൈററ്റ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ മാർക്കോയും ഹിന്റ് കൊടുത്തായിരുന്നു വൈറ്റ് ബിയർഡും അതേ സമയത്ത് ഇതുപോലത്തെ ഒരു ഷിപ്പിലായിരുന്നു എന്ന്. അവസാനം ചാപ്റ്റർ 957-ൽ സെങ്കോക്കു തന്നെ പറഞ്ഞു വൈറ്റ് ബിയർഡ് വാസ് എ പാർട്ട് ഓഫ് റോക്സ് പൈററ്റ്സ് എന്ന്. നെക്സ്റ്റ് ആണ് സാഞ്ചി വാസ് എ റോയൽ പ്രിൻസ്. ഇനി സാഞ്ചിനെ ഫാൻസ് എല്ലാവരും ആലബാസ്റ്റ ആർക്ക് തൊട്ട് പ്രിൻസ് എന്ന് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ ഡ്രസ് റോസ ആർക്കിൽ അവന്റെ ബൗണ്ടി പോസ്റ്ററിൽ ഓൺലി അലൈവ് എന്ന് കാണിച്ചപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. പിന്നെയാണ് ചാപ്റ്റർ 812-ൽ അവൻ ജർമ്മ കിങ്ഡമിലെ വിൻസ്മോക്ക് ഫാമിലിയുടെ ഒരു റോയൽ പ്രിൻസ് ആണെന്ന് തെളിയുന്നത്. അടുത്തതാണ് ടൈം ട്രാവൽ മിസ്റ്ററി. വെറും 8 വയസ്സുള്ള മോമോനോസ്കി 20 വർഷം മുമ്പ് മരിച്ച ഗോൾഡി റോജറിനെ കണ്ടിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ ഫാൻസ് അപ്പോൾ തന്നെ പറഞ്ഞു ഇവിടെ ടൈം ട്രാവൽ ആയിരിക്കും നടന്നതെന്ന്. ഒടുവിൽ ചാപ്റ്റർ 919-ൽ കിനമോൻ പറഞ്ഞു അവർ 20 വർഷം ഫ്യൂച്ചറിലേക്ക് ജമ്പ് ചെയ്തതാണെന്ന്. ഇനി ലാസ്റ്റിൽ എന്റെ ഫേവറേറ്റ് വൺ ആയ ട്വിൻ ഷാങ്സ് തിയറിയാണ്. ഷാങ്സിന് ഒരു ട്വിൻ ബ്രദർ ഉണ്ടെന്നുള്ള കാര്യം വർഷങ്ങളായിട്ട് ഫാൻസ് പറയുന്നുണ്ടായിരുന്നു. അവസാനം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നടന്നു. കാരണം ചാപ്റ്റർ 1137-ൽ ഓഡാ സെൻസെ 5 എൽഡേഴ്സിലെ ഗാർലിംഗിന്റെ മകനായും പിന്നെ ഷാങ്സിന്റെ ട്വിൻ ബ്രദറായും ഷാംറോക്ക് ഫിഗർലാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതൊരു പക്ക ഞെട്ടിക്കലുമായിരുന്നു എല്ലാവർക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിയൽ ഫാൻ തിയറീസും കമന്റ്സിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട.